വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡൈക്കോട്ട് എംബ്രയോൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. നമുക്ക് ക്യാപ്സെല്ല ടൈപ്പാണ് പഠിക്കാനായിട്ടുള്ളത്. ക്യാപ്സെല്ല ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈക്കോട്ട് ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രയോജനസിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് എന്ത് ക്യാപ്സെല്ല ടൈപ്പ് എന്ന് പറയുന്നത്. ഹാൻസ്റ്റീൻ ആൻഡ് ഫെമിൻസിൻ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ ഒരു എംബ്രയോ ഡെവലപ്മെൻറ്റ് ക്യാപ്സെല്ല ബുർസ പാസ്റ്റോറിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിലാണ് ഈ ഒരു എംബ്രയോ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. 1870 ഷെപ്പാർഡ് സ്പേഴ്സ് എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. ഇതെന്താണ് ടിപ്പിക്കലായിട്ടുള്ള ഒരു ഡൈക്കോട്ട് എംബ്രയോജൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ക്യാപ്സെല്ല ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈഗോട്ട് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അപ്പർ അല്ലെങ്കിൽ ടെർമിനൽ സെല്ലും ലോവർ അല്ലെങ്കിൽ ബേസൽ സെല്ലും ഫോം ചെയ്യും. ഈ ബേസൽ സെല്ല് എന്ന് പറയുന്നത് വീണ്ടും ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് രണ്ട് സെല്ല് ഫോം ചെയ്യും. ഒന്നിൻ്റെ മേലെയായിട്ട് രണ്ട് സെല്ലുകൾ ഫോം ചെയ്യും. പിന്നെ നമ്മുടെ ടെർമിനൽ സെല്ല് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ലോങ്ജിറ്റ്യൂഡിനൽ സെൽസ് ഫോം ചെയ്യും. എന്നിട്ട് ഒരു 4 സെൽഡ് പ്രോ എംബ്രയോ എന്ന് പറയുന്നത് ഫോം ചെയ്യും. 4 സെല്ലുള്ള ഒരു പ്രോ എംബ്രയോ ഫോം ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ആക്ച്വലി ഇങ്ങനെയല്ല, ഡിവിഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡിവിഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈഗോട്ട് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ബേസൽ സെല്ലും ടെർമിനൽ സെല്ലും. ആ ബേസൽ സെല്ല് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും, ട്രാൻസ്വേഴ്സ് ആയിട്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും. ടെർമിനൽ സെല്ല് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ല് ഫോം ചെയ്യും. അങ്ങനെ 4 സെല്ലുടെ പ്രോ എംബ്രയോ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം കുറച്ചൊന്ന് കൂട്ടുന്നത് നല്ലതായിരിക്കും, എന്നാലും നമുക്ക് ആ ബാക്കിയുള്ള ഡിവിഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് രണ്ട് സെല്ല് ഫോം ചെയ്യും. ഒന്നിൻ്റെ മേലായിട്ട് രണ്ട് സെല്ല് ഫോം ചെയ്യും. പിന്നെ നമ്മുടെ ടെർമിനൽ സെല്ല് എന്ത് ചെയ്യും? വെർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് രണ്ട് ലോങ്ജിറ്റ്യൂഡിനൽ സെല്ല് ഫോം ചെയ്യും. അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ രണ്ട് ടെർമിനൽ സെല്ല് നമ്മൾ പറഞ്ഞു ടെർമിനൽ സെല്ല് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ലോങ്ജിറ്റ്യൂഡിനൽ സെല്ല് ഫോം ചെയ്യും. ആ രണ്ട് ടെർമിനൽ സെല്ല് എന്താണ് ഫസ്റ്റ് ഡിവിഷന് റൈറ്റ് ആംഗിൾസ് ആയിട്ട് വീണ്ടും വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 4 സെല്ല് ഫോം ചെയ്യും. അത് നമ്മൾ ക്വാഡ്രൻ്റ് സ്റ്റേജ് എന്നാണ് പറയുക. ഈ 4 സെല്ല് വീണ്ടും ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടത്തിയിട്ട് 8 സെല്ല് ഫോം ചെയ്യും. അതിന് നമ്മൾ ഒക്ടൻ്റ് സ്റ്റേജ് എന്ന് പറയും. ഈ ഒക്ടൻ്റ് സ്റ്റേജിൽ നമ്മൾ കാണുന്ന ആ ഒരു ഒക്ടൻ്റിൽ നമ്മൾ മേലെ കാണുന്ന 4 അപ്പർ സെൽസ് എന്ന് പറയുന്നതിനെ എപ്പി ബേസൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഒക്ടൻ്റ് എന്നും, നമ്മൾ താഴെ കാണുന്ന ആ ഒരു 4 സെൽസിനെ നമ്മൾ എന്ത് പറയും? ഹൈപ്പോ ബേസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഒക്ടൻ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി അതൊന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടെർമിനൽ സെല്ല് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ലോങ്ജിറ്റ്യൂഡിനൽ സെൽസ് ഫോം ചെയ്തു. അത് പിന്നീട് വെർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? വെർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് 8 സെല്ല് ഫോം ചെയ്യും. അത് പിന്നീട് വെർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? 4 സെൽസ് ഫോം ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ ക്വാഡ്രൻ്റ് സ്റ്റേജ് എന്നാണ് പറയുക. പിന്നീട് അത് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? 8 സെല്ലുള്ള ഒക്ടൻ്റ് സ്റ്റേജിൽ 8 സെല്ല് ഫോം ചെയ്യും. അതിന് നമ്മൾ ഒക്ടൻ്റ് സ്റ്റേജ് എന്നാണ് പറയുക. ഈ ഒക്ടൻ്റ് സ്റ്റേജിൽ മേലെ കാണുന്ന ആ ഒരു അപ്പറായിട്ട് കാണുന്ന ആ ഒരു 4 സെൽസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? എപ്പി ബേസൽ സെല്ല് അല്ലെങ്കിൽ ആൻറ്റീരിയർ ഒക്ടൻ്റ്. താഴെ കാണുന്ന ലോവർ കാണുന്ന ആ 4 സെല്ലിനെ പറയുന്ന പേരാണെന്ത്? ലോവർ 4 സെൽസിനെ പറയുന്ന പേരാണ് ഹൈപ്പോ ബേസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഒക്ടൻ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ 8 സെൽസ്, ഈ ഒക്ടൻ്റ് സ്റ്റേജിലുള്ള 8 സെൽസ് പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് 16 സെൽഡ് സ്റ്റേജ് ഫോം ചെയ്യും. ഈ 8 ഔട്ടർ സെൽസ് എന്നിട്ട് എന്ത് ഫോം ചെയ്യും? 8 ഔട്ടർ സെൽസും 8 ഇന്നർ സെൽസുമാണ് ആ ഒരു 16 സെൽഡ് സ്റ്റേജിലുള്ളത്. 8 ഔട്ടർ സെൽസും 8 ഇന്നർ സെൽസും ആണ് ആ ഒരു 16 സെൽഡ് സ്റ്റേജിലുള്ളത്. ആ 8 ഔട്ടർ സെല്ല്
എന്ത് ഫോം ചെയ്യും? ഡെർമറ്റോജൻ ഫോം ചെയ്യും. ആ ഡെർമറ്റോജൻ പിന്നീട് ആൻറ്റിക്ലൈനലി ഡിവൈഡ് ചെയ്തിട്ട് എപ്പിഡെർമിസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ 8 ഇന്നർ സെല്ല് ആൻറ്റിക്ലൈനലിയും പെരിക്ലൈനലിയും ഡിവൈഡ് ചെയ്തിട്ട് പെരിബ്ലമും പ്ലൂറോമും ഫോം ചെയ്യും. ഈ പെരിബ്ലം എന്ന് പറയുന്നത് ഔട്ടർ പാർട്ടായിട്ടാണ് കാണുന്നത്. അതെന്താണ്? ഡെർമറ്റോജൻ്റെ താഴെയായിട്ടാണ് ആ ഒരു പെരിബ്ലം കാണുന്നത്. പിന്നെ പ്ലൂറോം എന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ പാർട്ടിൽ കാണുന്നതാണ് എന്ത്? പ്ലൂറോം എന്ന് പറയുന്നത്. ഈ പെരിബ്ലം എന്ന് പറയുന്നത് കോർട്ടെക്സ് ഫോം ചെയ്യും. ഡെർമറ്റോജൻ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ഫോം ചെയ്യും. പെരിബ്ലം എന്ന് പറയുന്നത് കോർട്ടെക്സ് ഫോം ചെയ്യും. പ്ലൂറോം എന്ന് പറയുന്നത് സ്റ്റീലും ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ ടെർമിനൽ സെല്ലിൻ്റെ കംപ്ലീറ്റ് ഡിവിഷൻ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവരെന്താണ്? ഒക്ടൻ്റ് സ്റ്റേജിലാണ്. ഒക്ടൻ്റ് സ്റ്റേജിൽ അവരെന്ത് ചെയ്യും? പെരിക്ലൈനലി ഡിവൈഡ് ചെയ്യും. പെരിക്ലൈനൽ എന്ന് പറഞ്ഞാൽ പാരലൽ ഡിവിഷനാണ്. അപ്പോൾ എന്താണ്? 16 സെൽഡ് സ്റ്റേജ്, 16 സെൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലെത്തും. അതിൽ 8 ഔട്ടർ സെൽസും 8 ഇന്നർ സെൽസും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഡിവിഷൻ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വരച്ചത്. ആക്ച്വലി ഇങ്ങനെയല്ല അത് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ആ ഡിവിഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഒരു പെരിക്ലൈനൽ ആൻറ്റിക്ലൈനൽ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഡിവിഷൻ വരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള ഡിവിഷനാണ്. ആൻറ്റിക്ലൈനൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിവിഷനാണെന്ന് ഓർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒക്ടൻ്റ് സ്റ്റേജിൽ ഉള്ള സെല്ലുകൾക്ക് എന്ത് സംഭവിക്കും? പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് എന്താണ്? 18 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജ് ഫോം ചെയ്യും. അതിൽ എന്താണ്? 8 എണ്ണം ഔട്ടർ സെൽസും 8 എണ്ണം ഇന്നർ സെൽസുമാണ്. ഈ ഔട്ടർ സെൽസ് എന്താണ്? ഈ 8 ഔട്ടർ സെൽസ് എന്ന് പറയുന്നത് ഡെർമറ്റോജൻ ഫോം ചെയ്യും. ആ ഡെർമറ്റോജൻ പിന്നീട് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ നടത്തിയിട്ട് എപ്പിഡെർമിസ് ഉണ്ടാവും. ഈ പിന്നെ നമ്മൾ പറഞ്ഞ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ 8 സെൽസ് 8 ഇന്നർ സെൽസ് എന്താണ്? ആൻറ്റിക്ലൈനലും പെരിക്ലൈനലും ഡിവൈഡ് ചെയ്തിട്ട് പെരിബ്ലമും അതുപോലെ തന്നെ പ്ലൂറോമും ഫോം ചെയ്യും. ആൻറ്റിക്ലൈനലും പെരിക്ലൈനലും ഡിവൈഡ് ചെയ്തിട്ട് പെരിബ്ലം അല്ലെങ്കിൽ പ്ലൂറോം ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഡിവിഷൻ എന്ന് പറയുന്നത്. പെരിബ്ലം അല്ലെങ്കിൽ പ്ലൂറോം ഫോം ചെയ്യും. ഇതിൽ പെരിബ്ലം എന്ന് പറയുന്നത് എന്താണ്? കോർട്ടെക്സ് ഫോം ചെയ്യും. പ്ലൂറോം എന്ന് പറയുന്നത് സ്റ്റീലും ഫോം ചെയ്യും. ഓക്കെ, ഈ പെരിബ്ലം എന്ന് പറയുന്നത് ഡെർമറ്റോജൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ടെർമിനൽ സെല്ലിൻ്റെ ഡിവിഷൻ ആയിരുന്നു. ഇനി ബേസൽ സെല്ല് നമ്മൾ പറഞ്ഞു. ബേസൽ സെല്ല് ട്രാൻസ്വേഴ്സിലി ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നിൻ്റെ മേലായിട്ട് 2 സെല്ലായിട്ട് മാറിയിട്ടുണ്ട്. ആ സെൽസ് പിന്നീട് ഒരു 4 മുതൽ 6 വരെ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ലോങ് സസ്പെൻസർ ഫോം ചെയ്യും. ഓക്കെ, 4 മുതൽ 6 ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് 4 മുതൽ 6 ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ഒരു ലോങ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ സസ്പെൻസർ ഫോം ചെയ്യും. ഒരു ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള സസ്പെൻസർ എന്ത് ചെയ്യും? ഈ എംബ്രയോനെ ഈ എൻഡോസ്പേം നറിഷിങ് എൻഡോസ്പേമിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ സസ്പെൻസറിൻ്റെ ഏറ്റവും മേലുള്ള സെല്ല് അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള സെല്ല് എൻലാർജ് ചെയ്തിട്ട് വെസിക്കുലാർ ഹോസ്റ്റോറിയം ഫോം ചെയ്യും. എൻലാർജ് ചെയ്തിട്ട് വെസിക്കുലാർ ഹോസ്റ്റോറിയം ഫോം ചെയ്യും. ഇനി സസ്പെൻസറിൻ്റെ ലോവർ മോസ്റ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ അതായത് എംബ്രയോൻ്റെ അടുത്ത് കാണുന്ന സെല്ല്, എംബ്രയോ പ്രോപ്പറിൻ്റെ അടുത്ത് കാണുന്ന സെല്ലിനെ നമ്മൾ ഹൈപ്പോഫൈസിസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും അപ്പറിലുള്ള സെല്ല് എന്താണ്? എൻലാർജ് ചെയ്തിട്ട് വെസിക്കുലാർ ഹോസ്റ്റോറിയം ഫോം ചെയ്യും. സസ്പെൻസറിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ള സെല്ല് അതായത് എന്താണ്? എംബ്രയോ പ്രോപ്പറിൻ്റെ അടുത്ത് കാണുന്ന സെല്ല് ാണ് നമ്മൾ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. ഈ ഹൈപ്പോഫൈസിസ് ആണ് ആ ഒരു എംബ്രയോൻ്റെ സ്ട്രക്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഹൈപ്പോഫൈസിസ് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 2 സെല്ല് ഫോം ചെയ്യും. എന്നിട്ട് ആ 2 സെല്ല് വെർട്ടിക്കൽ ഡിവിഷൻ നടക്കും. റൈറ്റ് ആംഗിൾസിൽ വെർട്ടിക്കൽ ഡിവിഷൻ നടക്കും. എന്നിട്ട് 8 സെൽസ് ഫോം ചെയ്യും. ഈ 8 സെൽസ് എന്ന് പറയുന്നത് 4 സെല്ലിൻ്റെ 2 ടയർ പോലെയാണ് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ആദ്യത്തെ അപ്പർ 4 സെൽസ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? അതായത് സസ്പെൻസറിൻ്റെ തൊട്ടടുത്ത് കാണുന്ന അപ്പർ 4 സെൽസ് എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ് ആൻഡ് റൂട്ട് എപ്പിഡെർമിസിൻ്റെ ഇനീഷ്യലായിട്ട് ഫങ്ഷൻ ചെയ്യും. പിന്നെ താഴെ കാണുന്ന ലോവർ
ഫോർ സെൽസ് എന്ന് പറയുന്നത്, ഫോർ ലോവർ സെൽസ് എന്ന് പറയുന്നത്, അതായത് എംബ്രയോനെ ഫേസ് ചെയ്യുന്ന ആ ഒരു 4 സസ്പെൻസറിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു 4 സെൽസ്, ആ ഒരു 2 ടയർ ഓഫിലുള്ള 4 സെൽസ് എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ് ആൻഡ് റൂട്ട് എപ്പിഡെർമിസിൻ്റെ ഇനീഷ്യലായിട്ട് ഫങ്ഷൻ ചെയ്യും. ബാക്കി ലോവറിൽ കാണുന്ന 4 സെൽസ് എന്ന് പറയുന്നത് എംബ്രയോനെ ഫേസ് ചെയ്യുന്ന ആ 4 സെൽസ് എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് കോർട്ടെക്സിൻ്റെ ഇനീഷ്യലായിട്ട് ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്പർ ആൻഡ് ലോവർ ഇനീഷ്യൽ സെൽസ് ഫർദർ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് ക്യാപ്പ്, അതുപോലെ റൂട്ട് എപ്പിഡെർമിസ്, കോർട്ടെക്സ്, റാഡിക്കിളിൻ്റെ റൂട്ട് ക്യാപ്പും റൂട്ട് എപ്പിഡെർമിസും കോർട്ടെക്സ് ഒക്കെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ആക്ച്വൽ ഫിഗർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ സൈഗോട്ട് എന്ന് പറയുന്നത്. ഈ സൈഗോട്ട് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടത്തി. അപ്പോൾ ഈ മേലെ കാണുന്ന സെല്ലില്ലേ, അത് ആക്ച്വലി എന്താണ്, അതിൻ്റെ ബേസൽ സെല്ലാണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതല്ലേ അപ്പറിലുള്ളത്, ഇതല്ലേ ടെർമിനൽ സെല്ല് വരിക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് ഈ ബാക്കിയുള്ള ഡിവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ പറഞ്ഞു സസ്പെൻസർ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്ന എവിടുന്നാണ്, ബേസൽ സെൽ എന്നാണ്. ഈ സസ്പെൻസർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, വെസിക്കുലാർ ഹോസ്റ്റോറിയമായിട്ട് സസ്പെൻസറിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള സെല്ല് എന്താവുന്നുണ്ട്, വെസിക്കുലാർ അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുന്നത് എൻലാർജ് ചെയ്തിട്ട് വെസിക്കുലാർ ഹോസ്റ്റോറിയം ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, ആക്ച്വലി ഈ ഭാഗത്ത് കാണുന്ന സെല്ലാണ് ബേസൽ സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓരോ ഡിവിഷൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വരച്ച ഫിഗർ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ആ ഒരു ഡിവിഷൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ബേസൽ സെല്ലിൻ്റെ ഡിവിഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബേസൽ സെല്ല് 4 മുതൽ 6 വരെയുള്ള ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടത്തിയിട്ട് എന്താണ് ഒരു ലോങ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ സസ്പെൻസർ ഫോം ചെയ്യും. ആ സസ്പെൻസർ എന്ന് പറയുന്നത് നമ്മുടെ എംബ്രയോനെ പുഷ് ചെയ്യും. ഇതിൽ അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യും, എൻലാർജ് ചെയ്തിട്ട് വെസിക്കുലാർ ഹോസ്റ്റോറിയം ഫോം ചെയ്യും. പിന്നെ ലോവർ മോസ്റ്റ് ആയിട്ടുള്ള സസ്പെൻസറിൻ്റെ ലോവർ മോസ്റ്റ് ആയിട്ടുള്ള സെല്ലിനെ നമ്മൾ ഹൈപ്പോഫൈസിസ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ എംബ്രയോയ്ക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. ഹൈപ്പോഫൈസിസ് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ല് ഫോം ചെയ്യും. അത് പിന്നീട് എന്താണ് വെർട്ടിക്കൽ ഡിവിഷൻ നടത്തിയിട്ട്, റൈറ്റ് ആംഗിൾസിൽ വെർട്ടിക്കൽ ഡിവിഷൻ നടത്തിയിട്ട് 2 വെർട്ടിക്കൽ ഡിവിഷൻ നടത്തിയിട്ട് 8 സെൽസ് ഫോം ചെയ്യും. ഇത് 2 ടയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഈ 8 സെൽസ് ഒരു 4 അപ്പർ ടയറും 4 ലോവർ ടയറും. അതിൽ 4 അപ്പർ സെൽസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എന്തായിട്ട് ഫങ്ഷൻ ചെയ്യും, റൂട്ട് ക്യാപ്പ് ആൻഡ് റൂട്ട് എപ്പിഡെർമിസിൻ്റെ ഇനീഷ്യലായിട്ട് ഫങ്ഷൻ ചെയ്യും. ബാക്കിയുള്ള ലോവറായിട്ട് കാണുന്ന, അതായത് എംബ്രയോൻ്റെ അടുത്തേക്ക് കാണുന്ന, എംബ്രയോനെ ഫേസ് ചെയ്ത് കാണുന്ന ആ 4 സെല്ലെന്ന് പറയുന്നത് എന്തായിട്ട് ഫങ്ഷൻ ചെയ്യും, റൂട്ട് കോർട്ടെക്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡിവിഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ കോട്ടിലിഡൻസിൻ്റെ റീജിയനിലാണ് ബാക്കിയുള്ള ഡിവിഷൻസ് ഒക്കെ നടക്കുന്നത്. എന്നിട്ട് കോട്ടിലിഡൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തിട്ട് എന്താണ് ഒരു ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രയോ ഫോം ചെയ്യും. ഇനി ഹൈപ്പോകോട്ടൈൽ ആൻഡ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നതിൽ ഫർദർ ഡിവിഷൻ നടന്നിട്ട് അതെന്ത് ചെയ്യും, ലോങ് ആയിട്ട് എന്താണ് ഇലോങ്ങേറ്റ് ചെയ്യും, റാപ്പിഡായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും. ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ എംബ്രയോ എന്ന് പറയുന്നത് ഒരു ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ആ ഓവ്യൂളിൽ എന്താണ് സ്പേസ് കുറവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഓവ്യൂളിൽ എംബ്രയോ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ എക്സ്പാൻഡിങ് എംബ്രയോയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവില്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ കോട്ടിലിഡൻ എന്ന് പറയുന്നത് കർവ് ചെയ്യും, ഇങ്ങനെ വളഞ്ഞു പോകും. ആ ഒരു ഓവ്യൂളിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാവുന്ന രീതിയിൽ ആ ഒരു കോട്ടിലിഡൻ എന്ത് ചെയ്യും, വളഞ്ഞു പോകും. ഈ കർവേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എംബ്രയോ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഇത് വളയുന്നുണ്ടാവുക. അപ്പോൾ ഒരു മെച്യൂറായിട്ടുള്ള എംബ്രയോ എന്ന് പറയുന്നത് ഒരു ഹോഴ്ഷൂ ഷേപ്പ്ഡായിട്ടാണ് കാണുക. ഒരു ലോങ്ജിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹോഴ്ഷൂ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രയോ ആണ് നമുക്ക് കാണാം, മെച്യൂർ എംബ്രയോ എന്ന് പറയുന്നത്. അതിലെന്താണ് 2 കോട്ടിലിഡൻസ് എന്ന് പറയുന്നത് ലാറ്ററലി പ്ലേസ്ഡ് ആയിരിക്കും. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് നമ്മൾ പറഞ്ഞു. ഗ്ലോബുലർ ആയിട്ടുള്ള എംബ്രയോ ആണ് ആദ്യം ഫോം ചെയ്യുന്നത്. പിന്നീട് എന്താണ് അവിടെ ഒരു കോഡേറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രയോ ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഹാർട്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള എംബ്രയോസ് ഫോം ചെയ്യുന്നു. പിന്നീട് എന്താണ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നു, നമ്മൾ പറഞ്ഞില്ലേ കോട്ടിലിഡൻസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഒരു ഓവ്യൂളിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ കർവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു
കണ്ടോ, ഇവിടെ ആ ഒരു കോട്ടിലിഡൻ എന്ന് പറയുന്നത് ആ ഒരു എംബ്രിയോണൽ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഭാഗം പറഞ്ഞു, ഇതാണ് അതിൻ്റെ പ്ലിമ്യൂള്, ഇത് 2 കോട്ടിലിഡൻസ് ആണ്. ഓക്കെ, സസ്പെൻസറാണ് നമ്മളിവിടെ കാണുന്നത്, സസ്പെൻസറാണ്, റാഡിക്കിള്, പ്ലിമ്യൂള്, 2 കോട്ടിലിഡൻസ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രയോ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.